ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ദീച്ചുകുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ അന്നത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ദീച്ചുകുട്ടൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ നമ്മൾ എല്ലാവരും ക്ഷണിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം. ദീച്ചുകുട്ട ഇട്ടപ്പെട്ട എന്താണ് ഇട്ടപ്പെട്ടിരിക്കുന്നത്. അനയെ ഇന്നലെ രാത്രിയാണ് ഇവിടെ ഇരുന്നു. അവൻ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രാത്രി ഇവിടെ നിന്നിട്ടുള്ളൂ. അപ്പോൾ രാവിലെ സുമേഷേട്ടനായിട്ടും കൂടിയിട്ട് ഷീറ്റ് കെട്ടാനുള്ള ഒരു ശ്രമത്തിലൊക്കെയാണ്. അതിന് നേരം നാട്ടിൽ 7 മണിയൊക്കെ ആയിട്ടുള്ളൂ നേരം. അപ്പോൾ നമ്മൾ അടുക്കളയത്തെ ബാക്കി എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ചോറായി, കറികളും ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നാടൻ ചോറ് വേണ്ടവർക്ക് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കേണ്ട. പിന്നെ പായസം കൂടി ആവാനുള്ള ബാക്കിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സ്വത്താണ് വീഡിയോ എടുക്കണുണ്ട്. ഞാനവിടെ നിന്നിട്ട് സേമിയായിരുന്നു കൊണ്ടിരിക്കുക. അപ്പോൾ അവൾ നടന്നിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അങ്ങനെ എടുത്ത വീഡിയോസ് തന്നെ. സ്വത്താണ് കൂടുതൽ വീഡിയോസ് എടുത്തിട്ടുള്ളതെന്ന്. അല്ല, ഫുഡ് പുറത്തുനിന്ന് ഏൽപ്പിക്കുകയാണ്. വീട്ടിൽ ചോറ് വേണ്ടവർക്ക് മാത്രം കുറച്ച് ചോറും കുറച്ച് കറികളും വീട്ടിലുണ്ടാക്കി. പായസം കൂടി ഉണ്ട്, ബാക്കിയൊക്കെ ആയിട്ടുണ്ട്. 7 മണി ഉണ്ടാവും കുക്ക്. 7 മണി ഉണ്ടാവും. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും കയറൊക്കെ എടുത്ത് വന്നിട്ട് ഇത് കെട്ടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഡെക്കറേഷൻ. കുട്ടു ഹായ് പറ. ദീച്ചു ഹായ് പറ. ദീച്ചോ ഇന്നെന്താ ദീച്ചോ ഇന്നെന്താ ദീച്ചുൻ്റെ എന്താന്ന്? ആരുടെ ഹാപ്പി ബർത്ത്ഡേ? ഇപ്പം എന്താ എല്ലാവർക്കും ചായ കുടിക്കണം. പപ്പടം കാച്ചിട്ടില്ല, പായസം ഉണ്ടാക്കാനുണ്ട്. അതെനിക്കേ ഉള്ളൂ. ബാക്കിയുള്ള കഞ്ഞി കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് ഷീറ്റ് കെട്ടാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബർത്ത്ഡേക്ക് ഡെക്കറേഷൻ വർക്ക് വേറൊരു പൊന്നാനിയുള്ളൊരു ടീമിനെ ഏൽപ്പിച്ചിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒന്നും കോൺടാക്ട് നമ്പറൊന്നും കിട്ടാനിട്ട്. അപ്പോൾ അവർ ഏകദേശമൊക്കെ ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ബർത്ത്ഡേയുടെ 2 ദിവസം മുന്നേ വെച്ചിട്ട് അവർക്ക് ഇങ്ങനെ ദൂരം കൂടുതലാണ് പറഞ്ഞിട്ട് അത് ക്യാൻസലായി പോയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ 2 ദിവസം കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള വർക്കാണത്. പ്ലാൻ ചെയ്തിട്ടുള്ള വർക്കാണത്. ഇതാ ചായപൊടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ 12 കഴിഞ്ഞ് അച്ഛനും അമ്മയും പിന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ അടുത്തുള്ള വലിച്ചിൻ്റെ മക്കളൊക്കെ കൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതാ ഏട്ടനും കുട്ടികളും പോയിട്ട് കേക്ക് വാങ്ങിയിട്ട് വരുന്നുണ്ട്. ഇവിടെ അടുത്തുനിന്ന് തന്നെ കേക്ക് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കേക്ക് അമ്മയൊരു കേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ദീച്ചു കേക്കിനാണ് ഈ ഹാപ്പി ബർത്ത്ഡേ പറയുന്നത് കേട്ടോ. കേക്കാണ് അവൾക്ക് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഞാനൊക്കെ ഇതിൻ്റെയൊക്കെ റെഡിയാലൊക്കെ കഴിഞ്ഞതാണ്. കണ്ടില്ലേ വന്നിരിക്കുന്നു. റെഡിയാലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള വല്യച്ഛൻ്റെ മക്കളും ഒക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എത്തിയിരുന്നു. ദൂരത്തുനിന്ന് വരാനുള്ള ആൾക്കാരെന്നെ ഇനി വരാനുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ഇപ്പോൾ എത്തിയിരിക്കുന്നു ഇവിടെ. ഇതാ ഇനി എൻ്റെ വല്യമ്മയും മേമയും പാപ്പനും വല്യച്ഛനും പിന്നെ ഇതാ മേമ്മയുടെ മോനാണ്. ഓടാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട് ചിരിച്ചിട്ട് വരികയാണ്. ക്യാമറ എടുത്ത് നിൽക്കാൻ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ അത് ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ട്. ബിരിയാണി ആയിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവർ ഇറക്കി വെക്കേണ്ട കാര്യത്തിനൊക്കെ നിൽക്കുകയാണ്. അത് പിന്നെ അവർ നോക്കിക്കോളും. ഇറക്കി വെക്കലും വിളമ്പളും കാര്യങ്ങളൊക്കെ അത് ഏട്ടന്മാരെടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്നും അങ്ങോട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇന്നലെ തന്നെ ടേബിളും ചെയറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയറൊക്കെ മക്കളെ ഒക്കെ നിരത്തിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ അവർ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ഓരോ പാത്രങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകണം. ഒന്ന് മാറ്റി വിളമ്പാനും അച്ചാറൊക്കെ ആക്കി വയ്ക്കാനൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വല്യമ്മയും ഒരു ഏട്ടൻ്റെ ഭാര്യയും പിന്നെ ഏട്ടൻ്റെ മാമൻ്റെ മോൻ്റെ വൈഫൊക്കെയാണ് വരുന്നത്. കുഞ്ഞു ബേബി വന്നിട്ടുണ്ട്. നമ്മുടെ ദീച്ചുകുട്ടൻ്റെ ബർത്ത്ഡേക്ക് നമ്മുടെ കുഞ്ഞു ബേബി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ആൻറ്റിയും അമ്മായിയും പിന്നെ എൻ്റെ കസിൻസൊക്കെയാണ്. ഇത് ആദ്യത്തെ അതിലാണ് എൻ്റെ ഏറ്റവും ചെറിയ കസിൻ കേട്ടോ. അതുട്ടനാണ്, ചെറിയ ഉണ്ണിയാണ് എൻ്റെ ചെറിയ ഉണ്ണി. ദീച്ചുട്ടൻ്റെ കുട്ടിമാമനാണ്. കുട്ടിമാമൻ മുടിയൊക്കെ വെട്ടിയിട്ടാണ് കെട്ടി വെച്ചിട്ടാണ് കുട്ടിമാമൻ വന്നിട്ടുള്ളത്. ദീച്ചുകുട്ടൻ മുടി കെട്ടിയിട്ടില്ല, കുട്ടിമാമൻ മുടി കെട്ടിയിട്ടുണ്ട്.
പിന്നെ ഇത് ഏട്ടൻ്റെ അമ്മായിയും അമ്മായിയുടെ മോൻ്റെ ഭാര്യയാണ്. അപ്പോൾ ആദ്യത്തെ അവിടെ എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ 2 അമ്മായിമാരും മക്കളും ഉണ്ട്. ഒരു അമ്മായി വന്നിട്ടില്ല കേട്ടോ, അമ്മായിക്ക് വരാൻ പറ്റില്ല അമ്മായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കസിൻസൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ എല്ലാവരും കൂടിയിട്ടൊന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞേച്ചിക്ക് ഉണ്ണി ചെറുതായതുകൊണ്ട് കുഞ്ഞേച്ചി വന്നിട്ടില്ല കേട്ടോ, രമ്മ ചേച്ചി വന്നിട്ടുണ്ട് മക്കളെന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് കിച്ചുവിൻ്റെയും പിറന്നാളായിരുന്നു കേട്ടോ. രമ്മ ചേച്ചിയുടെ മോൻ്റെ സത്യം പറഞ്ഞാൽ കേക്ക് മുറിക്കുന്ന സമയത്ത് ഓർമ്മ ഉണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ കേക്കൊക്കെ എടുത്ത് പുറത്തേക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. 2 കേക്ക് കൊടുത്ത് പുറത്തേക്ക് വെച്ച് നമ്മൾ മുറിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളിലായി. ഇനി ഞാനും തീച്ചൊന്ന് ഒരേപോലത്തെ ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേപോലത്തെ തുണിയിട്ട് അടിച്ചിട്ടുള്ള ഡ്രസ്സുകളാണ്. ഏട്ടനും മാച്ചുള്ള ഡ്രസ്സ് ഇട്ടു. പിന്നെ ചെറിയൊരു ഡ്രസ്സ് കോഡ് സെറ്റ് ചെയ്തതാണ്. ഇനി എന്ത് കൊള്ളാമോ. പിന്നെ നമ്മൾ കേക്ക് മുറിയിലേക്ക് കടന്നു. കുഞ്ഞേച്ചിക്കുട്ടന് ഒരു ചെയർമേലൊക്കെ നിർത്തിയിട്ടാ. തൊപ്പി വെച്ചത് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര നാണം വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. Happy birthday to you. Happy birthday to you. Happy birthday to you. Ediju. ഞങ്ങളോട് തരാൻ പറഞ്ഞു. ചൂട്ട് അച്ചയ്ക്ക് അമ്മയ്ക്ക് തരുന്നുണ്ടോ? തിരിച്ചിരുന്നോ? കൊടുക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ പറയ്. കേക്കിന്റെ ഫസ്റ്റ് ഇങ്ങോട്ടേ നിർത്തട്ടെ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ചോക്ലേറ്റും കേക്കും ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഇന്ന് നമ്മുടെ കിച്ചുവിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. കേക്ക് മുറിക്കുന്ന സമയത്ത് എനിക്ക് ശേഖരം ഓർമ്മ ഉണ്ടായില്ല. അപ്പോൾ എല്ലാവരും കിച്ചുവിനെ വിഷ് ചെയ്യുക. കിച്ചു ഹാപ്പി ബർത്ത്ഡേ. നമ്മളെല്ലാവരും ഫുഡ് കഴിക്കണമെന്ന് എടുത്തിട്ടില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ ഞാൻ നടന്നിട്ടില്ല എന്ന്, അതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതവർ എൻ്റെ കസിൻസാണ്, ഇരട്ടകളാണ് കേട്ടോ. 2 മുന്നേ കുറേയൊക്കെ വ്യത്യാസമുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരേപോലെ ആയി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ദീച്ചുകൂട്ടത്തിൻ്റെ ഇടയിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ അതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ലേ. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് പോകാനൊക്കെ തുടങ്ങി വൈകുന്നേരം ആകുമ്പോഴത്തേനും. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബർത്ത്ഡേ വ്ളോഗായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ.